ആദ്യമായി എന്താണ് UPI സർക്കിൾ എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ലളിതമായി പറഞ്ഞാൽ ഇതൊരു ഡെലിഗേറ്റഡ് പേയ്മെന്റ് സംവിധാനമാണ്. അതായത് ബാങ്ക് അക്കൗണ്ട് ഉള്ള നിങ്ങൾ ഒരു പ്രധാന ഉപഭോക്താവായിക്കൊണ്ട് അക്കൗണ്ട് ഇല്ലാത്തവരോ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾക്കൊപ്പം ഉപയോഗിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരോ ആയ വ്യക്തികൾക്കോ സൗകര്യം ചെയ്തു കൊടുക്കുന്നതിനെയാണ് ഈ സംവിധാനം കൊണ്ട് അർത്ഥമാക്കുന്നത്. വഴിയെ മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇതിന്റെ പ്രത്യേകത ഇവയാണ്. നിങ്ങളുടെ സഹ ഉപഭോക്താവ്, അതായത് നിങ്ങൾ ആർക്ക് പണം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, അവർക്ക് സ്വന്തമായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് വേണമെന്നില്ല. നിങ്ങൾ കുറെ സമയം 5 പേരെ വരെ നിങ്ങളുടെ ഈ സർക്കിളിനുള്ളിൽ ചേർക്കാം. അവർ ചിലവാക്കുന്ന പണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് കുറയുന്നത്. 2 തരം ഇടപാടുകൾ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാം. ഏതാണ് നിങ്ങൾക്ക് അനുയോജ്യമെന്ന് സ്വയം നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയും. ഫുൾ ഡെലിഗേഷൻ എന്നൊരു സംവിധാനമുണ്ട്. ഇതൊരു യഥാർത്ഥ ഡിജിറ്റൽ പോക്കറ്റ് മണി പോലെയാണ്. ഇവിടെ നിങ്ങൾ ഒരു മാസം ചിലവാക്കാവുന്ന പരമാവധി തുക നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നു. ഉദാഹരണത്തിന് 5000 രൂപ. ഈ പരിധിക്കുള്ളിൽ നിങ്ങൾ പണം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഉപഭോക്താവിന് നിങ്ങളുടെ അനുവാദം കൂടാതെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം എടുക്കാൻ കഴിയും. അതായത് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന ഒരു മാസം 5000 രൂപയാണ്. അത് എപ്പോൾ വേണമെങ്കിലും ആ വ്യക്തിക്ക് എടുക്കാം. സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിക്കുന്ന നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഇതിന് ഒരു മാസ പരിധി വെക്കാം. പരമാവധി 15000 രൂപ മാത്രമാണ് ഒരു മാസം നമുക്ക് നൽകാൻ കഴിയുന്നത്. അതായത് അവർ നമ്മളെ ചീറ്റ് ചെയ്ത് അതിലും കൂടിയൊരു തുക നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എടുക്കില്ലെന്ന് നമുക്ക് ഉറപ്പിക്കാനാവും. ഒരു തവണ നൽകാവുന്ന തുക പരമാവധി 5000 നിജപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ പണം സ്വീകരിക്കാനുള്ള വ്യക്തി പേയ്മെന്റ് സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങളുടെ UPI പിൻ നൽകി ആ ട്രാൻസാക്ഷൻ നിങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ പണം കൈമാറ്റം ചെയ്യപ്പെടുകയുള്ളൂ. നിങ്ങളുടെ വീട്ടു ജോലിക്കാർക്കോ ഡ്രൈവർക്കോ ഒക്കെ പണം നൽകാൻ ഈ രീതിയാണ് ഏറ്റവും സുരക്ഷിതം. ഇത് സെറ്റപ്പ് ചെയ്യുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ നിത്യജീവിതത്തിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഗൂഗിൾ പേ, ഫോൺ പേ, ഭീം എന്നീ ആപ്പുകളിൽ നിന്ന് ഇത് എളുപ്പത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഗൂഗിൾ പേയിൽ എങ്ങനെ ചെയ്യാമെന്ന് പറയാം. പ്രൊഫൈൽ സെക്ഷനിൽ പോയി UPI സർക്കിൾ എന്നത് തിരഞ്ഞെടുക്കുക. ആഡ് പീപ്പിൾ ക്ലിക്ക് ചെയ്ത് കോൺടാക്ട് ലിസ്റ്റിൽ നിന്ന് ആളെ സെലക്ട് ചെയ്യുക. ആ വ്യക്തിയുടെ ആധാർ അല്ലെങ്കിൽ ഗവൺമെന്റ് ID നൽകി അത് വെരിഫൈ ചെയ്യുക. പണം ചിലവാക്കാനുള്ള പരിധി നിശ്ചയിച്ച് ഇൻവൈറ്റ് അയക്കുക. ഇത്രയും മതിയാവും. ഇനി ഫോൺ പേയിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഫോൺ പേയുടെ പ്രൊഫൈലിൽ പോയി UPI ആൻഡ് പേയ്മെന്റ് സെറ്റിംഗ് എന്നതിൽ UPI സർക്കിൾ തിരഞ്ഞെടുക്കുക. ഇൻവൈറ്റ് അയച്ച് സഹ ഉപഭോക്താവ്, അതായത് നിങ്ങൾ പണം നൽകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി അത് അക്സെപ്റ്റ് ചെയ്താൽ ഉടൻ നിങ്ങളുടെ സർക്കിൾ ആക്റ്റീവ് ആവും. ഇവിടെയാണ് നമ്മൾ ചില പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. വെറുതെ പൈസ കൊടുക്കുക മാത്രമല്ല, ചില സെക്യൂരിറ്റി ലെയറുകളും ഇതിന്റെ പിന്നിലുണ്ട്. ഇവിടെ ഒരു കൂളിംഗ് പീരീഡ് ഉണ്ട്. ഒരാളെ നിങ്ങളുടെ സർക്കിളിൽ ചേർത്താൽ ആദ്യം 30 മിനിറ്റ് നേരത്തേക്ക് അവർക്ക് പണം എടുക്കാനോ അത് ചെലവഴിക്കാനോ ഒന്നും കഴിയില്ല. ആദ്യം 24 മണിക്കൂർ എന്ന ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അതായത് ലിങ്ക് ചെയ്ത് ആദ്യ ദിവസം പരമാവധി 5000 രൂപ മാത്രമേ അയാൾക്ക് ചിലവഴിക്കാനായി എടുക്കാൻ സാധിക്കൂ. നിങ്ങൾ പണം അയക്കുന്ന ആളിന്റെ ഫോണിൽ വിരലടയാളമോ ഫേസ് ലോക്കോ നിർബന്ധമായും ഉണ്ടായിരിക്കണം. UPI സർക്കിൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഈ പുതിയ നിയമങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം. ബാലൻസ് ചെക്ക് ലിമിറ്റ് ഉണ്ട്. ഒരു ആപ്പിൽ ഒരു ദിവസം 50 തവണയിൽ കൂടുതൽ ബാലൻസ് ചെക്ക് ചെയ്യാൻ സാധിക്കില്ല. ഓരോ ഇടപാടിന് ശേഷവും നിങ്ങളുടെ അക്കൗണ്ടിലുള്ള ബാക്കി തുക ഓട്ടോമാറ്റിക്കായി സ്ക്രീനിൽ തെളിഞ്ഞു കാണിക്കും. സർക്കിൾ ഉപയോഗിക്കുന്നവർക്ക് QR കോഡ് സ്കാൻ ചെയ്ത് അടുത്തുള്ള കടകളിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാനുള്ള സൗകര്യവും 2025 മുതൽ വന്നിട്ടുണ്ട്. അതിന്റെ പരിധി പ്രതിമാസം 25000 രൂപ മാത്രം ആയിരിക്കും.